ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ഞാൻ കുറച്ച് ടെൻഷനിലാണ്. ടെൻഷൻ വേറൊന്നുമല്ല, ചുമ്മാ ഒരു പെണ്ണ് കാണൽ പോലെ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ റൂമൊക്കെ വൃത്തിയാക്കി വെച്ചു. കാരണം കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ, അപ്പോൾ റൂമൊക്കെ നോക്കില്ലേ. അപ്പോൾ റൂമൊക്കെ വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഞാനൊരു ചുരിദാർ എടുത്തിട്ടു. ഞാനിതിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, വെറുതെ തൈര് മൂത്തൊഴിച്ച് മീൻസ് ജസ്റ്റ് ഒന്ന് മോയ്സ്ചർ ആക്കി വെച്ചു. പിന്നെ മാമയുടെ ഫാമിലി, പിന്നെ പാപ്പയുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കായിരുന്നു. ഭയങ്കര മഴയാണ് ഇവിടെ. അപ്പം മഴയായ കാരണം എല്ലായിടത്തും വെള്ളവും ചളി പിളി. എന്നാലും കുഴപ്പമില്ല, ഇതെൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഇസ് മൈ ബെസ്റ്റ്. ഓക്കെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ഇതെൻ്റെ അനിയത്തിമാരാണ്. പിന്നെ ഇത് എൻ്റെ അനിയൻ കണ്ണൻകുട്ടി. അവൻ തല തിരിച്ചാണ് പിടിച്ച് വെച്ചിരിക്കുന്നത്, അപ്പം അങ്ങനെ തന്നെ ഇട്ടു. ഇതെൻ്റെ അനിയത്തി നിത്യാജി. പിന്നെ ഇത് മേമയുടെ ഉണ്ണി. അവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളിപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ വരാറായി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലഷ് ചെയ്തിട്ട് ഇങ്ങനെ പിങ്ക് കളറായി. പിന്നെ ഇത് നിതിൻ്റെ അനിയൻ, അനിയത്തി. പിന്നെ ഇതാണ് ചിക്കൻ. പിന്നെ അവരുടെ മേമ. ഓക്കെ. ഞാനാണെങ്കിൽ എനിക്ക് ആ കമ്മൽ ഭയങ്കര ഓവറായി. ഞാൻ കമ്മലേ ഇടാറില്ല. അപ്പോൾ കമ്മലിട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷനായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ കമ്മൽ ഓവറാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ചിരിക്കാനും പറ്റണില്ല, അറിയാനും പറ്റണില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ല എല്ലാ പെണ്ണ് കാണലും. എനിക്കറിയില്ല. ഞാൻ പെണ്ണ് കാണൽ മീൻസ് ഇങ്ങനെ ജസ്റ്റ് ഞങ്ങൾ അറിയാമല്ലോ, അപ്പോൾ നമുക്ക് അത്ര ടെൻഷനില്ല ഇപ്പോൾ. പിന്നെ പാപ്പ എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല ഹാപ്പി ഡേയ്സ് ആയിരുന്നു. എല്ലാ ഫാമിലി എല്ലാവരും ഒരുമിച്ചിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ അമ്മൂമ്മ ചാച്ച അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവരൊക്കെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു. അവനും എന്തൊക്കെയോ സംസാരിക്കും. ഇതിൽ കണ്ണൻകുട്ടിയുടെ ആക്ഷൻസ് കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഒരു നാളെ വന്നിട്ട് വയ്യ. ഞാനും കണ്ണൻകുട്ടി ഒരേ കളറാണ്, വൈറ്റ്. ഞങ്ങൾ മാച്ചായിരുന്നു. ഞങ്ങൾ ഒരേ മന്താണ് ബർത്ത് ഡേറ്റൊക്കെ. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി. ഇതാണ് കുഞ്ഞാവ. ഞാൻ കുഞ്ഞാവയ്ക്ക് എൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. ബിക്കോസ് എൻ്റെ റൂമിൽ BTS ഒക്കെ ഉണ്ട്. അവളൊരു BTS ആർമിയാണ്. അപ്പോൾ ഞാൻ നമുക്ക് BTS എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു. എൻ്റെ റൂം ഭയങ്കര അലങ്കോലമായിരുന്നു. ഇപ്പോൾ കുറച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുക. പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഈ ശോഭന ഇതിലോ കാണിക്കും. ഇതാണ് മറ്റേത്, ഈ മാല മറ്റേ മാല എന്ന് കാണിക്കണ പോലെയാണ് ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. എനിക്ക് ഭയങ്കര കൗതുകമാണ് ഇപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും. ഭയങ്കര അതൊരു ചൈൽഡിഷ് ഇതാണെങ്കിൽ കൂടി, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ. ഇതാണ് എപ്പോഴും ഇങ്ങനെ ഞാൻ ഒട്ടും മെച്ചുവേർഡ് അല്ലാത്ത പോലെ അഭിനയിക്കില്ല. ഞാൻ അങ്ങനെയാണ്, എന്താ ചെയ്യാനല്ലേ. കുറച്ച് മെച്ചുവേർഡൊക്കെ ആയിട്ട് അഭിനയിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കത്ര മെച്ചുവേർഡ് വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കൊടുത്തു അവർക്ക്. ഞാനാണെങ്കിൽ അങ്ങനെ എന്താ ചെയ്യണ്ടേ ഈശ്വര എന്താന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാൻ അന്തം വിട്ടിട്ട് എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ പാവം തോന്നുന്നു. പിന്നെ ചായയൊക്കെ കൊടുത്തു. പിന്നെ മാമയൊക്കെ സംസാരിച്ചു. അമ്മായി, അമ്മ, അച്ഛ, പാപ്പ, മേമ എല്ലാവരും സംസാരിച്ചു. പിന്നെ കട്ട്ലേറ്റും ഉഴുന്നുവടയൊക്കെ കാലത്തേ ഞങ്ങളെ ഏൽപ്പിച്ച് കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ട് അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കഴിച്ചു. പുറത്ത് നല്ല മഴയാണ്. ഞാനിവിടെ വോയിസ് ചെയ്യുമ്പോൾ പോലും നല്ല മഴയാണ്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര വയ്യായിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് ഉറക്കം ഇതൊക്കെയായിരുന്നു. പിന്നെ ഭയങ്കര മഴയുമായിരുന്നു. ഇന്നത്തെ ദിവസം അത്ര മഴയില്ല, എന്നാലും ഭയങ്കര കാറ്റും മഴയും ഇതുവരെ കാണാത്ത പോലെ. അതായത് ഈ ജൂണിലൊക്കെ അല്ലേ സാധാരണ മഴയൊക്കെ. ഇപ്പോൾ ഈ മെയ് ആകുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര മഴയാകുമ്പോൾ ജൂണിലൊക്കെ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് പേടിയാവുന്നു. പിന്നെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനത്തെ വീഡിയോസാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണേ? അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുന്നേ. എനിക്ക് കമൻസൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും കമൻറ്റ് ഇടുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെയൊക്കെ നന്നായി വായിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, നോക്ക് അങ്ങനെ കമൻറ്റ് ഇട്ടു ഇങ്ങനെ കമൻറ്റ് ഇട്ടു എന്നൊക്കെ. എന്നിട്ട് ഇവർ
ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ ഏൽപ്പിച്ചിരുന്നത് കണ്ണൻകുട്ടി, നിധി അവരുടെ അടുത്തൊക്കെയാണ്. അവരൊക്കെയാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നത്. അങ്ങനെ അവർ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു. ഇത് പാപ്പയുടെ ഉണ്ണി കിച്ചു, അവനും ഉണ്ണിക്കുട്ടനും കണ്ണൻകുട്ടി എല്ലാവരും കൂടി ഫ്രീ ഫയർ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ റൂമിൽ ഫ്രീ ഫയർ ഇരുന്ന് പിന്നെ ഇത് നിത്യാജി കുട്ടാവും എപ്പോഴവർ സെറ്റാവുന്ന ഞാനിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഇത് ബിരിയാണി ചിക്കൻ ആണ് ഓർഡർ ചെയ്തത്. എല്ലാവർക്കും കൂടി ഓർഡർ ചെയ്തത്. ഇവിടെ ഉണ്ടാക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടാപ്പും എല്ലാം വെള്ളമൊക്കെ നിറച്ച് വയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കുട്ടാപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്നത്. അങ്ങനെ ഒന്നുമല്ല, മീൻസ് അവളങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യും, എന്നാൽ ഈശ്വര ഇതിനുള്ളതൊക്കെ ഇട്ട്. ഇത് നൈറു ആണെങ്കിൽ പുറത്തിരിക്കുക, പാവം. ഇത്രയധികം ആൾക്കാരുള്ളാരും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. എന്നിട്ട് ഇന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ കുറേ കിസ്മിസും അങ്ങനെ എന്തൊക്കെയോ മധുരമായിരുന്നു ഫുള്ള് ബിരിയാണിയിൽ. ചിക്കൻ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് നിത്യാജിയും മാമയും അമ്മൂമ്മയും എല്ലാവരും പോയി. ഉമ്മയ്ക്ക് തന്നിട്ടാണ് പോണത്. പിന്നെ പാപ്പ അവരൊക്കെ പോയി. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.